ജോമൻ എടുക്കൂ. പിടിക്കുന്ന പോലെ അല്ല, നല്ല പോലെ അതിന്റെ ചെങ്ങളയുടെ ഭാഗത്തൊന്ന് പിടിച്ചാൽ മതി. നമുക്ക് പിടിച്ചെടുക്കും. പാലയിലല്ലടാ, ചാടാനുള്ള ഇതെന്താ? ഈ മീനിന്റെ പേരെന്താ? കരിവാഹ. കരിവാഹ. ചെറുമീനിന്റെ ഒക്കെ ഒരു വരാലിന്റെ ഒക്കെ ഒരു പെട്ടോന്ന് തോന്നുന്നു. ഇത് എത്ര കിലോ വരും? 2.5 കിലോ. കണ്ടല്ലേ, കണ്ട് ഇപ്പോഴും അതിന്റെ ചെകിള് അനങ്ങുന്നുണ്ട്. ഓ, കണ്ണൊക്കെ നീക്കുന്നു. പൂർണ്ണമായിട്ട് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പം. ഈ മാംസത്തിന് എന്താണ്ട് ചെറുതായിട്ട് ജീവൻ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അനങ്ങുന്നുണ്ടല്ലേ? ഇല്ല, അത് കൈ പിടിച്ചോണ്ടാണോ? മുള്ളി ചേർത്ത് ഫിലെ പോലെ തിന്നൊന്നും പിടിക്കാൻ പറ്റുന്നില്ല ഒട്ടും. ഇച്ചിരി ഉപ്പ് എടുത്തുണ്ടോ? ഉപ്പ് എന്തിനാ പിടിക്കാനോ? പിടിക്കാൻ കല്ലുപ്പോ മറ്റേ പൊടിയുപ്പോ? കല്ലുപ്പ്. ഇത് പരിഞ്ഞില്ല കേട്ടോ, ഇത്രയും പരിഞ്ഞില്ലേ? ആ, ഇതിന്റെ കുടലാണ്. ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇത് വേസ്റ്റാണ്. അത് കളഞ്ഞ്. പിന്നെ ഇത് നമ്മുടെ ഈ കോഴിയുടെ ഒക്കെ കട്ടെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ലിവർ പോലത്തെ. അതെ, ലിവർ വേറെ. ഇത് ഇതിന്റെ ലിവറാണ്. ലിവറല്ല, കട്ട് ലിവർ പോലെ ഇരിക്കും. ഇതാണ് പാൻക്രിയാസ് ആണോ? ഇതാ ലിവർ അല്ലേ? ഫിഷ് ലിവർ. ഇതാ പരിഞ്ഞില്ല. ഈ പരിഞ്ഞില് വെച്ചെന്തോ പരിഞ്ഞില് മുട്ടയപ്പം ഉണ്ടാക്കാം, പല സാധനങ്ങളും. ഭയങ്കര സാധനമല്ലേ, ഭയങ്കര ടേസ്റ്റ് അല്ലേ? നീ അന്നേരം ഇപ്പം മാംസം സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലേ? മാംസം നമ്മളിപ്പോൾ ഇതിപ്പം കീറി, പിന്നെ ഇത് മുഴുവനായിട്ട് പീസാക്കിയത് അല്ല, എന്ന് വെച്ചാൽ രണ്ടായിട്ട് മാറ്റിയതിനാണ് ശേഷമാണ് ഇതിന്റെ സ്കിന്ന് കളയുന്നത്. അതാണ് നല്ല പരിപാടി. നമ്മൾ ഫിലെ എന്ന് പറയും. മുള്ളില്ലാതെ, ഇത് നമ്മുടെ മുള്ളില്ലാതെ കുറച്ച് മുള്ളുണ്ട്, നമുക്ക് പിന്നെ മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ കറി വെക്കാനാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ പിടിച്ചു ഇങ്ങോട്ട് കൊണ്ട്, അതല്ല ഇങ്ങോട്ട് പൊക്ക്. ഇങ്ങനെ വലിച്ചു. ഇങ്ങനെ ഒരു മീറ്റ് പോലെ കിട്ടും അല്ലേ? ഈ തൊലി ഇനി നമുക്ക് കളയണം. അങ്ങനെ ചെയ്യുന്നത് സാധാരണ. ഇവിടെ നമ്മൾ ഇത് മുറിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് എടുക്കും അല്ലേ? ഇത് കണ്ടോ? ഓക്കെ. ഇനി നമ്മൾ വാർന്ന് എടുക്കുക. വെറുതെ തൊലി പൊളിക്കാനൊന്നും നിൽക്കണ്ട, അതിന്റെ ആവശ്യം നമുക്ക് സമയമില്ല. നമ്മളിപ്പോ അമ്മച്ചിമാർ അങ്ങനെ പൊളിക്കാൻ നിൽക്കുമായിരുന്നു, അവർക്ക് അറിയില്ലായിരുന്നു ഈ രീതിയിൽ എടുക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഇങ്ങനല്ലേ, നൈഫ് കൊണ്ട് തന്നെ കട്ടിയുള്ള തൊലിയോട് ചേർത്ത് വെച്ച് എടുക്കണം. ഉണ്ടോ? നല്ല വെളുത്ത അല്ലേ, പ്യുവർ വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ. പുഴമീനിന്റെ ഒരു പ്രത്യേകതയാണല്ലോ, ഈ കറുത്ത മാംസം ഇല്ല, ഫുൾ വൈറ്റ് ആണ്. മിക്ക മീനുകളും വൈറ്റ് ആണ്, പ്യുവർ വൈറ്റ് ആണ്. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ദേ വൈറ്റ് മീറ്റ് നല്ല രീതിയിൽ വെച്ചേക്കുന്നുണ്ടോ? പരിഞ്ഞില് അതേപോലെ തന്നെ മീറ്റ് മൊത്തം കട്ട് ചെയ്തിട്ട്, അത് തലയല്ലേ, എല്ലാം വാഷ് ചെയ്ത് വൃത്തിയാക്കി എടുത്ത് നടുക്ക് മുള്ളിൻ്റെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു മീനാണെങ്കിൽ കട്ട് ചെയ്യുന്നതൊക്കെ ഒരു രംഗമായിരുന്നു. എന്താണ് അധികം സംസാരിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ മീൻ കട്ട് ചെയ്യുന്നത് ഒരു മ്യൂസിക്കും ഒന്നുമില്ലാതെ അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള രീതിയിൽ കാണട്ടെ എന്ന് വെച്ചിട്ടാണ്.
ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പർ കുട്ടനാട് എന്ന് പറയും. അതായത് എല്ലാവർക്കും അറിയാമല്ലോ, കുട്ടനാട് എന്ന് പറയുന്നത് കൃഷി സ്ഥലം, അതല്ലെന്നുണ്ടെങ്കിൽ പാടങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. അതിൽ അപ്പർ കുട്ടനാട് എന്ന് പറയും. പള്ളിപ്പാട്, വാഴക്കൂട്ടം, ചെന്നിത്തല ഭാഗങ്ങളിലുള്ള വയൽ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ പറയുന്ന, ഒരു പാഡി ഫീൽഡിനെ പറയുന്ന ഒരു സ്ഥലമാണ് അപ്പർ കുട്ടനാട് എന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ കസിൻ്റെ വീട്. അപ്പോൾ അവിടേക്ക് ഇന്ന് രാവിലെ ഇവിടുത്തെ കണ്ടത്തിൽ നിന്നും പിടിച്ച മീനാണ്. ആ മീൻ്റെ ഇതെന്ത് പേരെന്തായിരുന്നു? കരിവാഹ അല്ലേ? കരിവാഹ. അപ്പോൾ കരിവാഹ എന്ന് പറഞ്ഞ മീന്, അതായത് വരാലിൻ്റെ ഒക്കെ ഫാമിലിയിൽപ്പെട്ട ഒരു മീനായിരുന്നു. ആ മീനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതാണ് എൻ്റെ കസിൻ ജോഷൻ എന്നാണ് പേര്. പിന്നെ ജോഷാൻ്റെ പിള്ളേരൊക്കെയാണ്. പേര് പറ. ഡേയ്സ്. ഡേവിഡ്. ഹായ്. പേരെന്തോ? ഡാരൻ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അപ്പുറം എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ചെറുതായിട്ടൊന്ന് ചൂണ്ടയിടാനായിട്ട് പോകാം. കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ പോയി ചൂണ്ടയിടാനൊക്കെ പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ നമ്മൾ നേരത്തെ നിന്ന ആ പറമ്പിൻ്റെ തൊട്ട് ബാക്ക് സൈഡാണ്. ഇതിങ്ങനെ പാടമാണ്. അപ്പർ കുട്ടനാടെന്ന് പറയുന്ന ഈ ഒരു നെൽപ്പാടമാണ്. കൃഷിയെല്ലാം ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ വെള്ളം കയറി കിടക്കും, അങ്ങ് വരെയും വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നാടൻ രീതിയിൽ ചൂണ്ടയിടാനായിട്ട് പോകുന്നത്. മീനൊക്കെ ഇവിടെ ഉണ്ടോ? എല്ലാം ഈ ഗപ്പി സൈസ് പോലത്തെ. അതിനെ പിടിക്കാൻ പറ്റില്ല. അതിന് പിടിക്കണമെങ്കിൽ വല വേണം. അതാ ചെറിയ തോർത്ത വല്ലോട്ട് പിടിക്കാനല്ലോ. മീൻ വന്നില്ലടാ. മീൻ വരുമ്പം കാണിക്കാം. മീൻ വരുമോന്ന് അറിയില്ല, നമുക്ക് നോക്കാം. മീൻ കിട്ടണേ, വരണം. ഇതുവരെയായിട്ട് ഒരെണ്ണം പിടിച്ചിട്ടില്ല. തിന്നോണ്ട് പോയി ഡേയ്സിന്റെ ഫസ്റ്റ് ടൈം ആണോ? ഒരു കാര്യം മനസ്സിലായി. ഫസ്റ്റ് ടൈം ആണോ ഇത് ഫിഷിങ്? 2-3 വർഷം മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ അപ്പച്ചൻ ജോമോനോ ചെറുതാ, അവർക്ക് ഓർമ്മ കാണത്തില്ല. ജോമോനോ? അല്ലല്ല, ഞങ്ങൾ ഇവിടെ അന്ന് ഏതാണ്ട് ഒരു കുഞ്ഞു മീനെ കിട്ടിയായിരുന്നു. ഒന്നും കിട്ടിയില്ല. ആണോ? ഒരു പരല് പോലത്തെ ഏതാണ്ട് ഇല്ലേ? നമ്മൾ ചെറുതായിട്ട് ലൊക്കേഷൻ ഒന്ന് മാറുകയാണ്. നമ്മൾ മാക്സിമം പരിശ്രമിച്ചിട്ട് മീൻ നൈസിന് വന്ന് നമ്മുടെ ഇരകളെയൊക്കെ കൊത്തിക്കൊണ്ട് പോകുന്നതല്ലാതെ നമുക്ക് കിട്ടുന്നില്ല. ലൊക്കേഷൻ ചേഞ്ചിങ്. 15 minutes later. അപ്പൊ ഞങ്ങൾ സുല്ല് പറയുന്നു. വേറെയൊന്നുമില്ല, നമുക്ക് പറ്റത്തില്ല. അപ്പോൾ വേണ്ട, നമ്മൾ നേരത്തെ കണ്ട ഫിഷ് ഇവിടെ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൽ കോൺഫ്ലോർ, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു രീതിയിൽ മാരിനേറ്റ് ചെയ്തതാണ്. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനി നമ്മൾ ഇതാണ് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് നാടൻ ഫിഷ്. നിങ്ങൾ കണ്ടല്ലോ, നാടൻ ഫിഷായിരുന്നു. നാടൻ ഫിഷിനെ ഒരു ഇംഗ്ലീഷ് ഡിഷ് ട്രൈ ചെയ്യുവാണ്. അതായത് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞൊരു സാധനം ട്രൈ ചെയ്യുകയാണ്. ഈ ഫിഷ് ബോൺലെസ് ആയിട്ടുള്ള മീറ്റാണ്. ഈ മീറ്റാണെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യും. അതിനുശേഷം ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കൂടെ കൂട്ടി ഒരു പൊളിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. തിളച്ച എണ്ണയിലേക്ക് നമ്മൾ ബോൺലെസ് ആണ്, എല്ലാം മീറ്റ് ബോൺലെസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുള്ളെല്ലാം നമ്മൾ മാറ്റി. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങൾ നമ്മൾ വേറെ കറി വെക്കാനായിട്ട് അതിൻ്റെ തലയുടെ കൂടെ മുള്ളുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ കറി വെക്കാനായിട്ട് വേറെ എടുത്തു. ഇത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, മീറ്റ് ആ ഒരു തൊലിയിൽ നിന്നും സ്കിന്നിൽ നിന്നും വേർപെടുത്തെടുത്തേ, അങ്ങനെയുള്ള മീറ്റിനെ കട്ട് പീസസ് ആണ് ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും. ഇത് എത്ര നേരം എടുക്കുമായിരിക്കും? 10 to 15 മിനിറ്റ്സിനകത്ത് നന്നായിട്ട് ഫ്രൈ ആവും. Few minutes later. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫിഷ് ഏകദേശം ഫ്രൈ ആയി കഴിഞ്ഞു. ഏകദേശം അല്ല, കംപ്ലീറ്റ് ആയല്ലേ? അപ്പോൾ നമ്മളിനി എടുക്കുകയാണ്, ഒരു പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ചിപ്സ് വെച്ചിട്ടുണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഡിഷാണ്. നമ്മുടെ നാടൻ മീൻ കൊണ്ട് ട്രൈ ചെയ്തത്. നല്ല മുരിഞ്ഞതാന്ന് തോന്നുന്നു കണ്ടിട്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ നാടൻ ഫിഷ് കൊണ്ട് നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഡിഷ് നമ്മൾ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജസ്മോൻ എടുത്തു.
ഫിഷ് അങ്ങോട്ട് എടുക്കാം. ആ ഇങ്ങനെ അങ്ങോട്ടൊന്ന് പൊട്ടിച്ച് വെളുത്ത മാംസം ദേ ഇങ്ങനെ ഒന്ന്. അടുത്തത് ഫ്രൈസ്. ഓ ഇത് മയോണൈസ് അല്ലേ? ഹോം മെയ്ഡ് ആണ് മയണൈസ്. ഹോം മെയ്ഡ്, എല്ലാം ഹോം മെയ്ഡ്. ഇനി വാ ജോമോൻ എടുത്തോ. മീൻ ഹോം മെയ്ഡാ. ഇനി മോളെടുത്തോ. ഡേയ്സ് ഇങ്ങനെ ഉണ്ട്, കൊള്ളാവോ? ഇത് ക്രിസ്പി ആണോ? ഇത് വേണോ? നമ്മുടെ യൂട്യൂബറെ ടേസ്റ്റ് ചെയ്യട്ടെ. ഇതേ ഞാൻ അന്നേരം ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നഗറ്റ്സ് ഒക്കെ കഴിക്കുന്ന ഫീലാണ്, പക്ഷെ മീറ്റ് എന്ന് പറയുന്നത് ഫിഷിന്റെ മീറ്റ്. മസാലയുടെ പ്രത്യേകതയാണ് നഗറ്റ്സ് ഉണ്ട്. അതെ അതെ, ആ മസാല ഉണ്ടല്ലോ, മസാല സിമിലർ ടു നഗറ്റ്സിന്റെ സിമിലാരിറ്റി വന്നതുകൊണ്ടാണ് അങ്ങനെ. ഡ്രൈ പൊടിയിലിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ പൊളി സാധനം, നിങ്ങളും ട്രൈ ചെയ്യുക. നാടൻ ഫിഷ് കൊണ്ട് മുള്ളെല്ലാം മാറ്റി നമ്മുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചാനലിൽ ഇങ്ങനെ ഒരു ഫിഷിങ്ങിന്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ചൂണ്ടയിടാൻ പോയപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ അടുത്തുള്ള ചേട്ടന്മാരൊക്കെ ഇതേപോലെ മീൻ പിടിക്കുന്നത് നമ്മൾ പറ്റുവാണെങ്കിൽ അത് മേടിച്ചാണെങ്കിലും ട്രൈ ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ എൽസാഫ് ബസോർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ എൽസാഫ് ബസോർ സൈനിങ് ഔട്ട്. ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. വരാല ഈ വരുന്നത് കണ്ടാ വരുന്ന വരാല ഇതല്ലേ? ആണാ കുഞ്ഞുങ്ങളായിട്ട് അതിന്റെ അടി വരാല. അതിന്റെ കുഞ്ഞുങ്ങൾ അതിന്റെ മേളിലേ നിൽക്കത്തുള്ളൂ. അങ്ങനെ എന്തോ ഉണ്ട്. വരാലിന്റെ കുഞ്ഞുങ്ങളോ വരാൽ പോലത്തെ മറ്റേ നമ്മളെ മുമ്പേ പിടിച്ച പോലത്തെ. അതാ പറഞ്ഞത്. അങ്ങോട്ട് തള്ളിയിട്. ഇല്ല, ഇങ്ങോട്ട് വന്നോളൂ. ഇങ്ങോട്ട് തന്നെ വരുന്നത്. നമ്മൾ ഇട്ടേക്കുന്നിടത്തോട്ടാ വരുന്നത്. മുകളിൽ വരുമ്പോ നോക്കിട്ട് പോകുന്നു. എവിടെ? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. അച്ഛൻ വീഡിയോ വന്നതാണോ? അത് നോക്കണം. അന്നാണ് അതിന്റെ കുഞ്ഞുങ്ങൾ. ഇപ്പൊ അതിന്റെ കുഞ്ഞുങ്ങൾ അത്രയും ചെറുതാണോ? അപ്പൊ അത് തല കാണിച്ചിട്ട് പോയോ? തല കാണിച്ചിട്ട് പോയി. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് അതിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. ആ വലിയ ചൂണ്ടയാ. അപ്പൊ അയാൾ ഇവിടുന്നോണ്ട് അവിടുത്തെ മീനെ പിടിച്ചേ. എവിടുന്ന പിടിച്ചേ? ഇവിടുന്നോണ്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് അമ്പ ചെയ്തത്. ഇവിടുന്ന് അങ്ങോട്ട്